തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം. എന്നും നന്ദിയുള്ളവളാണ്. മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതിയെ പറ്റിയുള്ളതാണ്. അപ്പം നിങ്ങൾ പലരും ഓർക്കുമായിരിക്കും രേണുസുതിയെ പറ്റി എല്ലാവരും ഇങ്ങനെ പറഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു കണ്ടന്റായിട്ട് എടുക്കാറില്ല പൊതുവേ. അതുപോലുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ എനിക്ക് പറയണമെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടന്റായിട്ട് എടുക്കാറില്ല. അല്ലാതെ അവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് അങ്ങോട്ട് അവരുടെ എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു ദേഷ്യവും ഇല്ല. കാര്യം അവരൊരു വിധവയാണ്. അവർ ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങൾ കെട്ടുന്നു, അത്രയേ ഉള്ളൂ. അവരൊരു നടിയാണ്, ആ ഒരു ഇതിൽ മൈൻഡിൽ കാണുന്നുള്ളൂ. പക്ഷെ ചില കാര്യങ്ങളോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഈ ഇടയ്ക്കൊണ്ട് ഇച്ചിരി ഓവറാകുന്ന പോലെ തോന്നാറുണ്ട്. പലരും രേണുവിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയവരൊക്കെ തന്നെ, ഇഷ്ടമുള്ളവർ തന്നെ കമൻറ്റിൽ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. രേണുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ രേണു കുറച്ച് ഓവറാണ് എന്നും പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ടു, നമുക്ക് താല്പര്യം നമ്മളെ മൈൻഡ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അതിന് മറുപടി കൊടുക്കാൻ നിൽക്കാതിരിക്കുന്നുണ്ട്. നമ്മളോട് ഒരാൾ ഒരു ചോദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് അവർ നമ്മളോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ചോദിക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണുവിനോട് മദ്യപിക്കുമോ, സിഗരറ്റ് വലിക്കുമോ, വിവാഹം മറ്റത് മറിച്ചതെന്നൊക്കെ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ രേണു അതുപോലെ നിന്ന് കാണിക്കുന്നതുകൊണ്ടാണ് തിരിച്ച്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അല്ലാതെ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ സിനിമ ഫീൽഡിലുള്ളവർ ആരുടെങ്കിലും പോയി ആരെങ്കിലും ചോദിക്കുമോ, മഞ്ജു വാര്യരോട് പോയി ആരെങ്കിലും ചോദിക്കുമോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ സീരിയലിനകത്ത് അഭിനയിക്കുന്ന ഏതെങ്കിലും നടിമാരോട് പോയി ആരെങ്കിലും ചോദിക്കുമോ കള്ള് കുടിക്കുമോ, ക്രിസ്മസിന് ഒരു കള്ള് കുടിക്കുമോ എന്ന് ചോദിക്കുമ്പം അതിന് തിരിച്ചു കൊടുക്കുന്ന റിപ്ലൈ എങ്ങനെയാണ്? ആടിക്കൊഴഞ്ഞ് ഞാൻ എന്നതായിരിക്കും കഴിക്കുന്നത്, നിങ്ങളൊന്ന് ഊഹിച്ച് എന്നൊക്കെ പറയുമ്പം തന്നെ നമ്മുടെ വില അവിടെ പോവുകയാണ് പോകുന്നത്. അതും ഇനി കഴിക്കുന്നവർക്ക് പറയണമെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് ഞാൻ ഇച്ചിരി ഇപ്പോൾ കഴിക്കാത്തവരാരുമില്ല. അതിനോടൊക്കെ അതൊക്കെ ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതൊന്നും കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അവർക്ക് കഴിക്കുമോ വലിക്കുമോ എന്നെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ അവരുടെ സ്വന്തമായിട്ട്. ഇത്തിരി ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും അല്ല, വലിയ ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ നല്ല വശങ്ങളും മോശവശങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് കഴിക്കാൻ എടുക്കാനൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് അതിലൊന്നും നമുക്ക് കുറ്റം പറയില്ല. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. അവർക്ക് പറയാം എൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് ഞങ്ങൾ ഇച്ചിരി കഴിക്കാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ ഭയങ്കര വില കൂടിയ കുപ്പിയുടെ ഓരോ ബ്രാൻഡൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എങ്ങനെയാണ് ഈ വില കൂടിയതിൻ്റെ എൻ്റെ കെട്ടിയോ നല്ലപോലെ കള്ളു കുടിക്കുന്നുണ്ട് വെച്ചാൽ മുഴുവൻ കുടിയുന്നതല്ല, കുടിച്ച് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നതല്ല. എൻ്റെ ആങ്ങളമാർ ഞങ്ങളുടെ കുടുംബത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വെക്കുമ്പോഴത്തേക്ക് മന്തി എടുക്കാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ, ഇഷ്ടമില്ലാത്തവർ കഴിക്കില്ല, അങ്ങനെയുള്ളൂ. പക്ഷെ പറയുന്നതിനൊക്കെ ഓരോ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വളരെ മോശം. നമുക്കിപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഒരു കുടിക്കാതിരിക്കും എടുക്കട്ടെ. നമ്മുടെ കിച്ചു ഈ ഇടയ്ക്ക് ഒരു ലൈവ് വന്നേച്ച്, കിച്ചുവിൻ്റെ ലൈവ് വന്നേച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാനിത് ഒരുപാട് മുമ്പേ പ്രതീക്ഷിച്ച ഒരു മറുപടിയായിരുന്നു കിച്ചുവിൽ നിന്നും. കാര്യം കിച്ചു ഇത് ഇന്ന് പറയും നാളെ പറയും എന്നുള്ള പ്രതീക്ഷയിൽ. കാര്യം അത്രയ്ക്ക് അപമാനിക്കപ്പെടുന്നുണ്ടായിരുന്നു. ആ ഫിറോസ് എന്ന് പറഞ്ഞ മനുഷ്യനും നമ്മുടെ ബിഷപ്പും അത്രയും ആ സ്ഥലം കൊടുത്തയാളും വീട് വെച്ച് കൊടുത്തയാളും അത്രയും അപമാനിക്കപ്പെടുന്നുണ്ടായിരുന്നു. വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തൊരുമാതിരി ചെണ്ട ഇട്ട് കൊട്ടുന്ന മാതിരി ഇട്ട് കൊട്ടലായിരുന്നു ഇവരെ. എന്നാൽ അതിനെതിരെ ഒരു വാക്ക് പോലും രേണു ഒരിക്കൽ പോലും പറഞ്ഞ് കേട്ടിട്ടില്ല. നിങ്ങൾ ആ വിഷയം നിങ്ങളാരും പറയണ്ട, അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾ ആ സമയത്ത് തന്നെ അവർ സഹായിച്ചു, അത്ര ഉള്ളതുകൊണ്ട് രേണുവിന് എന്തെങ്കിലും ഇപ്പോൾ പറയണമെങ്കിൽ രേണു പറയാം. പക്ഷെ അത് എല്ലാവർക്കും കൊട്ടാനായിട്ട് എടുത്തിട്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നൊക്കെ ഓർക്കുമായിരുന്നു ഈ കിച്ചു എന്തുകൊണ്ട് ഇതിനൊരു മറുപടി കൊടുക്കുന്നില്ല. കാര്യം കിച്ചു ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാനുള്ള പ്രായമായ ഒരു കൊച്ചാണ്, ഇച്ചിരി മുതിർന്ന ഒരു വ്യക്തിയാണ്, ശരിയും തെറ്റും കണ്ട തിരിച്ചറിയാൻ നല്ലപോലെ അറിയാവുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ കിച്ചുവിന് പല സംസാരങ്ങളും ഞാൻ ഓർത്തിട്ടുണ്ട്. ഒരുപാട് പക്വത എന്നൊരു ഭർത്താവാണ് കേട്ടോ കിച്ചു നല്ല പക്വതയോടു കൂടിയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം കിച്ചു കൊടുത്ത ആ ഒരു മറുപടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ വന്നത്. നിങ്ങൾ കേൾക്കുക. ലൈവിൽ വന്ന് കിച്ചു പറഞ്ഞാണ്. കാര്യം എന്നുവെച്ചാൽ എനിക്ക് ആ കൊച്ചിനോട് ഒരുപാട് ബഹുമാനം തോന്നിയൊരു കാര്യമാണ്. കാര്യം എത്ര പക്വതയോടും പാകതയോടും കൂടി തന്നെ കൊച്ച് ആ കാര്യം ഒരു കാര്യവിവരത്തോടു കൂടി എന്നാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് വന്നവർക്കും അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനായിട്ടൊരു പ്രശ്നവും ഇല്ല. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിൽ. നല്ലൊരു വീടാ, വളരെ നല്ലൊരു വീടാ. അത് നല്ല വീടാ. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തു. അവരുടെ തന്നെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും
അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണം, നമ്മൾ ഉത്തരവാദിത്വമാണ്. നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്ത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പം ഇവിടെ ആണ്. എത്ര എളിമയോടുകൂടിയും എത്ര മാന്യമായിട്ടാണ് കൊച്ച മറുപടി കൊടുത്തത്. പണ്ടുള്ളവർ പറയും താൻ ആരെന്നറിയണമെങ്കിൽ തൻ്റെ കൂട്ടുകാരാരെന്നറിഞ്ഞാൽ മതി എന്ന് പറയും. ആ കൂടെ ഇരിക്കുന്ന പിള്ളേരും കണ്ടോ, അവരെത്ര കാര്യമായിട്ടാണ് അവരും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ള മനുഷ്യർ കർണന്മാരൊക്കെ പറയുന്നതിലൊക്കെ ഉണ്ടല്ലോ കുറേയൊക്കെ അർത്ഥങ്ങളുണ്ട്. താൻ ആരെന്നറിയണമെങ്കിൽ തൻ്റെ കൂട്ടുകാരാരെന്നറിയണമെന്ന് പറയുന്നത്. അത് ഞാൻ ഇനി വഴിയെ കാണിച്ചു തരാം, അതിൻ്റെ കാര്യങ്ങളും കൂടെ. ചിലപ്പം ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് എന്നെ ചീത്ത വിളിച്ച് ആരെങ്കിലുമൊക്കെ വരും, എനിക്ക് വിഷയമില്ല. കാര്യം പറയുന്നവർ പറഞ്ഞു. കാര്യം നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്താലും ചിലരുടെ മനസ്സിലേക്ക് കയറുകയില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഒരു നെഗറ്റീവായിട്ട് തന്നെ അത് മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ, അവർക്ക് ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് നടക്കാൻ ചിലർക്ക് താല്പര്യമുള്ളൂ. ഇതിപ്പോൾ നെഗറ്റീവ് പറയാൻ വന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പറയുന്നവർ പറഞ്ഞു പോകും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. അവർക്ക് കമൻറ്റ് ചെയ്യാനായിട്ടുള്ള കമൻറ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്, അതിനകത്ത് ഒന്നിച്ച് ഇഷ്ടമുള്ളത് പറഞ്ഞു പോകാം. അപ്പം ഈ ഒരു കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്നാ മനസ്സിലാക്കണം, ഇതുപോലൊരു വാക്ക് രേണു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സോഷ്യൽ മീഡിയ രേണുവിനെ വലിച്ചു കീറപ്പെടുകയില്ലായിരുന്നു, വലിച്ചു കീറപ്പെടുത്തുമില്ലായിരുന്നു. രേണു ഇന്നും രേണുവിനൊരു വില വന്നായിരുന്നേനെ. കാര്യം രേണു ശരിയാണ്, ഹസ്ബൻഡ് മരിച്ചു, പക്ഷെ ആ ഒരു ഇതിലല്ല. എന്നേലും ഒരു ആവശ്യങ്ങൾ വരുമ്പം സുധിയുടെ പേരെടുത്തിട്ട് ഇങ്ങനെ അതിനെ സംസാരിച്ച് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ രേണു അങ്ങനെ ഒരു മൈൻഡേ അല്ല. രേണു എന്നതാണ് കാണിച്ചു കൂട്ടുന്നത്. നമ്മൾ അഹങ്കരിക്കാം ആവശ്യത്തിന്, പക്ഷേ ഒരു പരിധി വിട്ടാണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ താഴോട്ടൊന്ന് വീണെന്നിരിക്കും. അപ്പോൾ നമ്മൾ താങ്ങാൻ ആരും ഉണ്ടായെന്ന് വരികയില്ല. കൈ പൈസയും പ്രശസ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടെ ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ ആരും ഉണ്ടാകുകയില്ല. ഇന്ന് ഒന്ന് താഴെ പോയി ഒന്ന് ഡൗൺ ആയി എന്നറിയാമെങ്കിൽ ഒറ്റയ്ക്ക് ആ വീട്ടിൽ ഇരിക്കത്തുള്ളൂ. അപ്പനും അമ്മയും കാണും, ആ കുഞ്ഞുങ്ങളും കാണും കൂടെ. അല്ലാതെ ആരും വന്ന് അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യാനോ ചോദിക്കാനോ ആരും വരാം. ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ തിളങ്ങി നിന്നിടത്തുനിന്ന് താഴെ വന്നിട്ട് പിന്നീട് അവരെ വല്ലപ്പോഴും എവിടെയെങ്കിലൊക്കെ നമ്മളെ ആരെങ്കിലുമൊക്കെ അപൂർവങ്ങൾ എങ്ങനെ ഒന്ന് കൊണ്ടുവന്നെങ്കിലേ ഉള്ളൂ, അതും നമ്മുടെ സിനിമാ ഫീൽഡിൽ തന്നെ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ റീൽസൊക്കെ എടുത്ത് നടക്കുന്നവർക്കൊക്കെ അത് ഇത്രയും പോലും വരത്തില്ല. നമ്മൾ ഈ തിളങ്ങി നിൽക്കുമ്പോൾ മാത്രമേ നമ്മളോട് എല്ലാവരും കാണുള്ളൂ. അത് രേണു ഒന്ന് മനസ്സിലാക്കിയാൽ എൻ്റെ ഉപദേശമല്ല കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് വീണ് പോയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ അഹങ്കാരങ്ങൾ മൊത്തം. ഒന്ന് നടക്കുമ്പോൾ, അതിപ്പോൾ ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും ഒന്ന് നടക്കുന്ന വഴിക്ക് എൻ്റെ കാലവും തട്ടി മുഖടിച്ച് വീണ തീർന്നു, അവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് മനുഷ്യരുടെ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നെഹളിക്കാൻ നിൽക്കുമ്പോണ്ടല്ലോ, ചിലപ്പോൾ നെഹളിക്കുമ്പം ഒന്ന് ഇതായിട്ട് നിൽക്കും, പക്ഷെ ആ നെഹളം കൂടി കഴിയുമ്പോൾ ഒന്ന് വീഴും. അത്രേ പറയുന്നുള്ളൂ. കാര്യം ഈ കൊച്ചു പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാര്യം എന്നാ വെച്ചാൽ അതിന് ഇത്രയെങ്കിലും പറയാൻ വരും. ഞാൻ ഇത് എടുക്കുന്നത് കിച്ചുവിൻ്റെ ഇതിൽ നിന്നല്ല കേട്ടോ, ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. ഇനി നമുക്ക് രേണു പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. ഏക്കാലും വന്നതല്ലേ, വന്ന വഴിക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ചെയ്യട്ടെ, ആരാണ് ചേട്ടാ? ഞാന് നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും എന്തായാലും അവർക്ക് അസുഖമൊക്കെ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ 2 മക്കളെ നോക്കണേ, നമ്മൾ ഇറങ്ങണം. അപ്പൊ ഇവര് ഇതിനെതിരെ പറയുന്നവര് പറയട്ടേന്നെ. ഈ പറയുന്നവർക്കൊക്കെ ഭർത്താവും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പിന് ആൾക്കാരൊക്കെ ഉള്ളവരായിരിക്കും പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ആളില്ല. അപ്പൊ ഞാൻ ഇറങ്ങിയാൽ മാത്രമേ, നിങ്ങൾക്കറിയാലോ ഒരു ശരാശരി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലെ. ഭയങ്കര കഠിനമായിട്ടുള്ള ഇതിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ രേണു പറയുന്നുണ്ട് ഒരു സാധാരണ ഒരു ഭർത്താവ് മരിച്ച അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു പ്രശ്നം രേണു അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഒരു വിധവ ആയതുകൊണ്ട് രേണുവിനെ ആരും ദ്രോഹിക്കുന്നതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ പറയാം, ആർക്ക് വേണമെങ്കിലും അതിന് പറയാം. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല രേണു ഒരു വിധവ ആയതുകൊണ്ട് രേണുവിനെ എല്ലാവരും ആക്രമിക്കുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അതും വീട്ടമ്മമാരാണ് കൂടുതലായിട്ടുള്ളത് ആ ഒരു ഇതിൽ. പക്ഷേ വിധവകളായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. കാര്യം
അങ്ങനെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവരൊക്കെ രേണു ഈ കാണിക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഒരു വിധവ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ എവിടോട്ട് തിരിഞ്ഞാലും കുറ്റങ്ങളായിരിക്കും. പക്ഷേ രേണു അങ്ങനെയല്ല. രേണു കുറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഓരോന്ന് കാണിച്ച് കൂട്ടി കൊടുക്കുകയാണ്. ആൾക്കാർ എന്നെപ്പറ്റി ഇങ്ങനെ പറയണം എന്നുള്ള രീതിക്കാണ്. അല്ലാതെ രേണുവിനെ ആരും മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല, രേണു ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനെ ഒന്ന് വൈറലാകാൻ നോക്കുന്നൊരു വ്യക്തിയാണ് രേണു. പിന്നെ 2 കുഞ്ഞുങ്ങളെയും വളർത്താൻ ശരി അപ്പനും അമ്മയ്ക്കും വയ്യ, ഓക്കെ. മാതാപിതാക്കളെ നോക്കാത്ത ഒരു മക്കളും ഒരു കാലത്തും ഗതി പിടിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിപ്പോൾ ഒരു പെണ്ണാണേലും ആണാണേലും മാതാപിതാക്കളെ നോക്കാത്ത ഒരു മക്കളും ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല. രേണു ആ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായം തന്നെയാണ്. അതുപോലെ തന്നെ പറഞ്ഞു 2 മക്കളുടെ കാര്യമെന്ന്. കിച്ചു ഇതിനകത്ത് ആരോട് ചോദിച്ചിട്ടുണ്ട്, രേണു ആ ലൈവിനകത്ത് കയറി കണ്ടാൽ നിങ്ങൾക്കറിയാം. രേണു ചേച്ചി എന്ത് ചെയ്ത് ചോദിക്കുന്നുണ്ട്, രേണുവിനെ പറ്റി കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കിച്ചു പറയുന്നുണ്ട് എവിടാന്നറിയത്തില്ല, ഒരു വിവരവും ഇല്ലെന്ന്. ഒരമ്മ എവിടാന്ന് അറിയത്തില്ല. ഇവർ പ്രസവിച്ചല്ലേലും ഇവർ അമ്മയെ പോലെ തന്നെയാണ്. അങ്ങനെ ഇവർക്ക് പറയുന്ന പോലെ ഇഷ്ടമല്ലെന്ന് പറയുന്നത്, ഇവർ പ്രസവിച്ചല്ലെന്ന് പോലും പറയുന്നത്, ഇവർ പ്രസവിച്ച മകൻ തന്നെയാന്ന് പറഞ്ഞ് നടക്കണേ. ആ അമ്മ എവിടാന്ന് ആ മകൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു, എവിടാന്നൊന്നും അറിയത്തില്ല എന്ന് കിച്ചു ലൈവ് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പോട്ടെ. അതെല്ലാം കഴിഞ്ഞ് രേണു ഇങ്ങനെ എനിക്കൊന്ന് നിമിഷ ബിനോജോ അങ്ങനെയുണ്ടെന്ന്, ബിജു അങ്ങനെയുണ്ടെന്ന് പേര്, അവർ സുധിയുടെ ആണ്ടിന് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ കാണിച്ചു കൂട്ടിയ കുറേ കോലങ്ങളും പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് അവർ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇതിലെല്ലാം രസമെന്ന് പറഞ്ഞാൽ രേണു ആരെന്നാ പറഞ്ഞാലും കേസ് കൊടുക്കാനും പ്രശ്നങ്ങൾക്കും ഭയങ്കരമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഹനാനെ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഹനാൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ഹനാനെ പറ്റി മോശമായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ, ഇപ്പോൾ രേണുവിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഹനാൻ പറഞ്ഞൊരു വൃത്തികേടെന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിനും, അതും ഒരു പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു വൃത്തികേടാണ് ഹനാൻ പറഞ്ഞേക്കുന്നത്. അത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് തന്നെ പോകും, ഞാൻ പോവുക തന്നെ ചെയ്യും. കാര്യം എന്നാന്ന് വെച്ചാൽ എന്നെപ്പറ്റി ഒരു വൃത്തികേടാണ് പറഞ്ഞത്, അതുപോലൊരു വൃത്തികേടാണ് പറഞ്ഞത്. രേണു ഇതുപോലെ ആ സുധിയെ സ്നേഹിച്ച് ജീവിക്കുന്നു, സുധിയില്ലാതെ പറ്റത്തില്ല, രേണുവിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എല്ലാം പറഞ്ഞ് അത്രയ്ക്ക് അദ്ദേഹത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന് പറഞ്ഞ് രേണു പറയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ അല്ല, ആ മനുഷ്യൻ ഇവരെ വിട്ടു പോയതിന് ശേഷം ഇങ്ങനെ വേറൊരാളായിട്ട് ബന്ധമുണ്ടായി എന്നും പറഞ്ഞാണ് ഹനാൻ പറഞ്ഞേക്കുന്നത്. അത് ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് ഹനാൻ്റെ പേര് കേസ് കൊടുക്കുക തന്നെ ചെയ്യും, നിയമപരമായിട്ട് എൻ്റെ മുന്നോട്ട് പോകും. സമൂഹത്തിന് മുന്നിൽ തെളിയിച്ചിട്ട് ഞാൻ പിന്മാറുന്നൊരു കാര്യം. ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളും കൂടാണ്. അതൊക്കെ പോട്ടെ, രേണു അതൊന്നും പോകണ്ട. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് പഴയ കാര്യങ്ങളാണ്, ഇപ്പോഴത്തെ അല്ല, കുറേ പഴയ കാര്യങ്ങൾ. ഇവർ സുധി മരിച്ചു കഴിഞ്ഞ് ഇവർക്ക് വീടൊക്കെ കിട്ടി. ഇവർ ആ സമയത്ത് ഇത്രയൊന്നും ഫെയിമൊന്നും ആയിട്ടൊന്നും ഇല്ല. രേണു ആ വീട്ടിലേക്ക് താമസമൊക്കെ തുടങ്ങാനായിട്ട് പോകുന്ന സമയത്താണ് ആ വീടൊക്കെ പണിയതൊക്കെ ഇതായി കഴിഞ്ഞ്. ആ അന്നത്തെ രേണുവിനെ കണ്ടാൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികം, മനുഷ്യന് പൈസ വരുന്നതനുസരിച്ച് മാറ്റം വരും. എന്നും അവർക്ക് ആ കോലത്ത് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം അവരുടെ ഫീൽഡ് അതാണ്, അവർ വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യത്തിലാണ്. അപ്പോൾ അവർ നല്ലതായിട്ടിരുന്നാലേ അവർക്ക് വർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിയേക്കെ. എന്നും നന്ദിയുള്ളവളാണ്, മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാവും. രേണു സുധി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരി, ഇവരെ സമൂഹത്തിൽ അവഹേളിച്ച് ഒരു സ്ത്രീ എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചെയ്യുന്നതിനോട് എന്നെ പോലുള്ള എളിയ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. ഒരു 6 മാസമായി നമ്മൾ വീട്. ഇദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടതാണ്. പിന്നെ ഇടയ്ക്ക് ഇതിലെ പോകുമ്പോൾ കാണുമ്പോൾ ചിരിക്കും, ജസ്റ്റ് പറയും, ഹായ് പറയും, പോകും. അതല്ലാതെ കൊല്ലം സുധീര മക്കൾക്ക് ഞാൻ വസ്തു ദാനമായിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഇന്ന് വരെ 1 സെന്റ് സ്ഥലം ഞാൻ വിറ്റിട്ടില്ല. ഇതാണ് നഗ്നമായ സത്യം. രേണു സുധീനോട് ഒരു യൂട്യൂബർ ചോദിച്ചൊരു ചോദ്യത്തിലാണ് ഞാൻ വളരെ മനോവേദനപ്പെടുന്നത്. ചോദിച്ച ചോദ്യകർത്താവിനെ കണ്ടുപിടിക്കുവാനായിട്ട് ഒരു ഏജൻസിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ചോദ്യകർത്താവിനെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരണം. സംബന്ധിച്ച് എന്തും ഞാനിപ്പോൾ ഒരാളുടെ കൂടെ അഭിനയിച്ച് അത് നെഗറ്റീവ് ആകും. അത് അവരങ്ങ് അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ്. അത് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലും ഇദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം. ഞാൻ ദൈവതുല്യം കാണുന്നില്ല, ഒരു ഗോഡ് ഫാദറായിട്ട് ഇദ്ദേഹത്തെ കാണുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്കല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ സുചേട്ടൻ എന്താ പറയുക, ഒരു കലാകാരൻ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറിയാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയൊരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ടാണ്. എന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കൊടുത്തത്. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല കൊണ്ട് കൊടുക്കുന്നത്. എനിക്ക് അനുവദിച്ച എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട്, സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു സ്ഥലം, ഞങ്ങൾ എന്നും അദ്ദേഹത്തോട്, പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ.
ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ വീട് വെച്ച സമയത്ത് ഇവർക്ക് എടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അന്ന് ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. ബിഷപ്പ് ഏതാണ്ട് ഇവരുമായിട്ട് തമ്മിൽ ഈ രേണുസുതിയുടെ സ്വഭാവം കൊണ്ട് ബിഷപ്പും രേണുസുതിയായിട്ടൊക്കെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ്, ഈ ഒരു ഇതെടുക്കുന്നതിന് മുമ്പ് ബിഷപ്പിനെ ചെന്ന് രേണുവിൻ്റെ അച്ഛനും കൂടെ കണ്ടിട്ട് ബിഷപ്പിനോട് പറഞ്ഞു അവർക്ക് അനുകൂലമായിട്ടൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബിഷപ്പിനോട് സംസാരിച്ച് കാര്യങ്ങൾ ഒരു ധാരണ വരുത്തിയതിന് ശേഷം ബിഷപ്പിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിച്ചാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു യൂട്യൂബർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു, ഇത് അന്ന് മുതലാണ് തുടക്കം ഇട്ടത്. അന്ന് മുതലാണ് കാര്യം. ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് ഇവർ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കും, അവരത് ചോദിക്കും. അതാണ് അന്നൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഈ ഒരു കാര്യം പറഞ്ഞത് സത്യമാണ് കേട്ടോ. രേണു ആ സമയത്തൊക്കെ അന്നൊന്നും ഇത്രയും ഇതായില്ല. ഒരു ചന്ത് കുടഞ്ഞൊരു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദാസേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ അവർ വീഡിയോ ചെയ്താണ് ഭയങ്കര ഇതാക്കി പോയത്. അവരിത്രയും ഫെയിം ആകാൻ കാരണം. പക്ഷെ അന്ന് ശരിയാണ് കേട്ടോ, ഒരുപാട് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ ആൾക്കാർ പറയുകയും ഒത്തിരി മോശമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ അവരവരുടെ തൊഴിൽ അവർ ചെയ്തു, അവർ അഭിനയിക്കുവാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് 24 മണിക്കൂറും മുറിക്കകത്ത് കയറി അടച്ചുപൂട്ടി ഇരിക്കണമെന്നൊന്നും പറയുന്നൊന്നുമില്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ അവരിറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അവരങ്ങനെ ഒരു വേഷം ചെയ്തു. അതൊന്നും അങ്ങനെ ഇതായിട്ട് തോന്നിയൊന്നുമില്ല. അവർ കഴിച്ചിട്ട് അവർക്ക് അന്നൊന്നും അവർക്ക് ഇത്രയും അഭിനയിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് നല്ല ഇതായി വന്നത്. അന്നൊക്കെ ആ തുടക്കം ഒരു സമയമാണ്. അന്ന് അവർ നാടകത്തിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഒത്തിരി വേണ്ടാതിനങ്ങൾ പറയെടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. കാര്യം ഇത്രയും നന്ദിയും കടപ്പാടും എല്ലാം പറഞ്ഞൊരു വ്യക്തിയാണ്. ബിഷപ്പിനോട് ഒരുപാട് നന്ദിയുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഇവർക്ക് സ്ഥലം കൊടുത്തത്. നമ്മൾ 1 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പോകണമെങ്കിൽ ഒരു വഴി പോലും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും കുറഞ്ഞത് ഒരു 75,000 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം 1 സെൻറ്റ് സ്ഥലത്തിന്. എന്നാലേ നമുക്കൊരു സ്ഥലം നമുക്ക് മേടിക്കാൻ പറ്റും. 1 സെൻറ്റ് സ്ഥലത്തിന് നമുക്കൊരു വീട് വെക്കാണ്ട് ബുദ്ധിമുട്ടായിരിക്കും. കൂടി വന്നാൽ എല്ലാവരും ഒരു 4 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വിധം ഒരു വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അത്രയും വേണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ചിന്തിക്കുന്നവർ ചിന്തിക്കുക. അതിനുവേണ്ടി മാത്രമേ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നന്ദിയും കടപ്പാടും എല്ലാം കഴിഞ്ഞ ദിവസം ഇധികം കണ്ടതാണ് കുറേ പ്രശ്നങ്ങൾ. ആദ്യം ഞാൻ നിർത്തി റിയാക്ട് ചെയ്തില്ല. പിന്നെ ഓർത്ത് എന്നത്തിന് വേണ്ട, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയുന്നതിന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയാൽ അവരതിനേക്കാൾ മോശമായിട്ടായിരിക്കും പിന്നെ വന്നിച്ച് വേണ്ടാത്ത വർത്തമാനങ്ങൾ പിന്നെ നമ്മൾ അതിന് വീണ്ടും പ്രതികരിക്കാൻ പോലെ അതിനൊക്കെ എടുക്കാതിരിക്കുന്നത് നല്ല. പക്ഷേ ഇപ്പം ഈ ഒരു പഴയ കടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ ഒരു വീഡിയോ എൻ്റെ കിട്ടിയപ്പോഴത്തേക്ക് ഇതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അയ്യോ, ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഒരു ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താണെന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയാണെന്നറിയാവോ? ഓ ജീസസ്. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെന്ന് പാപ്പോട്ടെ. ഇത് എനിക്കൊന്ന് സജീന എന്ന് പറഞ്ഞ പുള്ളിക്കാരും പിന്നെ മറ്റേത് പുള്ളിക്കാരുടെ പേര് പറഞ്ഞു കേട്ടോ, ഞാനത് വിട്ടുപോയി. കാര്യം ഇവർ രണ്ടുപേരും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മാത്രം വീഡിയോസ് ഇടുന്ന 2 വ്യക്തികളാണ്. രേണുവിന് വേണ്ടി മാത്രം അവർ വീഡിയോസ് ഇടുന്നതാണ്. അല്ലാത്ത വീഡിയോസ് അവരുടെ ചാനലിൽ വരാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ എഴുതുള്ളൂ. ഇത് അവരിപ്പം രേണു പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ, വേണ്ട ഒന്നും ചെയ്യണ്ടെന്ന്. എത്ര ഇവർ അല്ല രേണുവിനെ തടഞ്ഞില്ല. രേണു പോയി ഇപ്പോൾ അച്ഛനെ അങ്ങ് ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞ ഒരുപാട് വേണ്ടാത്ത വാക്കുകളായിപ്പോവും. അതുകൊണ്ടൊന്നും പറയുന്നില്ല. കാര്യം നമുക്ക് നമ്മുടേതായ ഒരു ഇത് വേണമല്ലോ. അപ്പം ഇതിനകത്ത് പറയുന്ന ബിഷപ്പ് ഓരോന്നും പറഞ്ഞു എടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. പറഞ്ഞേച്ച് രേണു പറയുന്നു, രേണു അങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാനവിടെ ഉള്ളപ്പം അച്ഛനെ അവിടെ കാണാറില്ലല്ലോ എന്ന്. തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രേണു അതിനകത്ത് ശരിക്കും ഏത് പറയുന്നതിനും അതിനനുസരിച്ച് പുള്ളിക്കാർക്ക് അഭിനയിക്കാനറിയാം. സ്ക്രീനിൻ്റെ മുന്നിൽ മാത്രം ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ പറയുമ്പോൾ മാത്രമുള്ള അഭിനയിക്കാൻ അറിയാൻ മേലഴിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ അല്ലാതൊക്കെ പുള്ളിക്കാർക്ക് നല്ലപോലെ അഭിനയിക്കാൻ അതിനകത്ത് എന്ത് പാവമായിട്ടും എന്ത് നിസ്സാരമായിട്ടും എന്ത് ഇതായിട്ടൊക്കെ സംസാരിച്ച് ആ പറഞ്ഞ വ്യക്തിയാണ്. ആ ബിഷപ്പിനെ പറ്റി തന്നെയാണ് രേണു ഇപ്പോൾ ഈ പറയുന്നത്. ഇത് ഞാൻ റിയാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് എന്നേലും കാണിക്കട്ടെ എന്ന് വെച്ചാൽ. ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, കിച്ചുവിൻ്റെ കൂട്ടുകാരും കിച്ചു വരുന്നുള്ള വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, താൻ ആരെന്നറിയണമെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ ആരെന്നറിയണമെന്നൊരു ഡയലോഗ് പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക.
താൻ ആരെന്നറിയണമെങ്കിൽ തൻ്റെ കൂട്ടുകാരാരെന്ന് അറിഞ്ഞാൽ മതി. ആ ക്വാളിറ്റിയൊക്കെ നമുക്കും വരത്തുള്ളൂ. ആ ഇതൊക്കെ നമ്മൾ കാണിക്കാൻ പറയുകയും ചെയ്യത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ഒഴിവാക്കുക. ഇവർക്ക് വേറെ എന്നതെല്ലാം കാര്യങ്ങൾ പറയണ്ട. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം നമുക്ക്. കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെയെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ്. അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്തു. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ. അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുവാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്, നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇതിനകത്ത് രേണു പറയുന്ന രീതി കേട്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വെച്ചാൽ ഒരുമാതിരി എന്നെ മോശപ്പെട്ട ഗോഷ്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയാണ്, ആ അച്ഛൻ അവിടെങ്ങാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരായിരുന്നോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ആ ബിഷപ്പിന് അവിടെങ്ങാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരായിരുന്നു. ആ വസ്തു വേറെ വല്ലവരൊക്കെ വന്ന് നല്ല വില കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുത്തു, അതിനകത്ത് കിടന്നുകൊണ്ട് തന്നെ നമ്മളെ ചീത്ത വിളിക്കുക, ഒഞ്ഞനം കുത്തുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? ഇപ്പോഴും നമ്മുടെ ഷബീന ബീവിയുടെ ഇതിനകത്ത് ഷബീന ബീവി അവിടെ ചെന്ന് ബിഷപ്പിനെ കാണാൻ ചെന്നായിരുന്നു. അന്ന് ബിഷപ്പിനുമായിട്ട് 11 വർഷത്തിനുള്ളിൽ ബിഷപ്പിന് എപ്പോൾ വേണമെങ്കിലും ഈ കൊടുത്ത സ്ഥലം തിരിച്ചെടുക്കാൻ പറ്റും. ആ സ്ഥലം തിരിച്ചെടുക്കാൻ പറ്റും, അങ്ങനെ നിയമം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്ഥലം തിരിച്ചെടുക്കാൻ പറ്റും. കാര്യം ദാനമായിട്ട് കൊടുത്താണ്, അവരുടെ നിന്ന് പൈസ മേടിച്ചതിന് ശേഷം സ്ഥലം കൊടുത്തതല്ല, അത് തിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ സ്ഥലം തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പം ഒരു നിയമ നടപടി വരികയാണ്. അതിനകത്തൊരു വീട് വെച്ചേക്കുന്നത് വേറൊരാളാണ്, ഫിറോസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓണറായിട്ട് തന്നെ ഫിറോസ് 100 വട്ടം ഫിറോസ് അതിന് കൂടെ നിൽക്കത്തേ ഉള്ളൂ. കാര്യം അയാളും അതുപോലെ അപമാനിക്കപ്പെട്ടൊരു മനുഷ്യനാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ ഈ കൊഞ്ഞനും കുത്തനും കാര്യങ്ങളൊക്കെ നിൽക്കും. അച്ഛനെ അപ്പോൾ കാണാതെ രേണുവിന് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാം. ആ പറയുന്ന ഒരു രീതി എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ആകും. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കിത് കണ്ടിട്ട് തന്നെ ഫീൽ ആകും. നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുത്തു, അത് മേടിച്ച് കൈ വെച്ചേച്ച് വലിയ മിടുക്ക് പോലെ കാണിച്ചേച്ച് നമ്മളെ കൊഞ്ഞനും കുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? അതുതന്നെയാണ് ബിഷപ്പ് ചില സമയത്ത് ബിഷപ്പ് എല്ലാവരും പറയും ബിഷപ്പ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന്. പക്ഷേ നിങ്ങൾ ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാതെ ഇങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കിയതും കേട്ടതും കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് പ്രതികരിച്ച് നോക്കുക. നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണ്ടെന്നോ എടുക്കണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ടായിരിക്കണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് അതിനൊരു കുറച്ചൊരു നീതി വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. രേണു അവിടെ പ്രാർത്ഥിച്ച് ചിരിക്കാൻ പറഞ്ഞു, കൊടുത്തതോ കൊടുത്തു. കൂടെ നിൽക്കുന്ന കക്ഷി പറയുന്ന കൊടുത്തതോ കൊടുത്തു, അതിന് പറയാൻ നടക്കല്ലെന്ന്. ചുമ്മാ എന്നാൽ പിന്നെ ഇവരാരെങ്കിലും ആർക്കെങ്കിലും ഇവരൊരു 10 സെൻറ്റ് സ്ഥലം രേണുവിന് കൊടുക്കുമോ? ഇവരാരെങ്കിലും എന്നാൽ രേണു നീ അവിടെ നിന്ന് പോര്, ആ മനുഷ്യനെ ഇനി ശരി അച്ഛൻ പറഞ്ഞു, ഫിറോസ് പറഞ്ഞു, ഇവരെല്ലാം മോശമായിട്ട് പറഞ്ഞു, നീ അവിടെ താമസിക്കേണ്ട, ഞങ്ങൾ നിനക്ക് അല്ലെങ്കിൽ ഒരു വാടക വീട് ഞങ്ങൾ എടുത്തു തരാം, നിനക്ക് വാടക ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കുമോ? രേണുവിൻ്റെ കണ്ടൻറ്റ് തന്നെയാണല്ലോ ഇവർ എടുത്തേക്കുന്നത്. ഇവർ രേണുവിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് ഇട്ടുകൊണ്ടും ഇരിക്കുന്നത്. ആ കണ്ടൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് അതിൽ കിട്ടുന്ന കുറച്ച് പൈസ മതിയില്ല മാസം രേണുവിന് വാടക കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുന്നവരും പറയുന്നില്ലല്ലോ. അതിനൊന്നും ആർക്കും പറ്റത്തില്ല. പക്ഷെ കൊടുത്തയാളെ കളിയാക്കാനും പറയാനും വലിയ മിടുക്കാണ്. എന്നാണേലും കിച്ചു പറഞ്ഞത് ഒരുപാട് സന്തോഷം തോന്നി. കുഞ്ഞെ നിനക്കെങ്കിലും ഇങ്ങനെയൊരു മറുപടി ഈ സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കാൻ നിനക്ക് തോന്നിയല്ലോ. ആ തോന്നിയ മനസ്സിന് നന്ദി പറയുന്നത്. അതുപോലെ തന്നെ ബീവിയുടെ ചാനലിനകത്ത് ബീവിയോട് ഫിറോസ് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് കിച്ചു അവിടെ താമസിക്കാൻ വരുന്നു അന്ന് മുതൽ ഈ ഫിറോസിൻ്റെ സ്വന്തം ചെലവിൽ ഫിറോസ് കിച്ചുവിന് ആ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് മുഴുവൻ ചെയ്ത് സ്വന്തം പൈസയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പുള്ളിയുടെ. അല്ലാതെ അത് പലരാണ് ഒരു ബിൽഡിങ്ങിന് വേണ്ടി വർക്ക് ചെയ്തേക്കുന്നത്. ഓരോരുത്തർ വീതം സ്പോൺസർ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. മതിലാണേലും അതുപോലെ അവിടുത്തെ ചവിട്ടി പോലും രേണു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർ സ്പോൺസർ ചെയ്തേക്കുന്നതാണ്. പക്ഷേ അതൊന്നും അയാൾ നോക്കുന്നില്ല. പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് പുള്ളി അതിൻ്റെ എന്നതാണോ അതിന് പ്രശ്നങ്ങളുള്ളത് അത് മുഴുവൻ തീർത്ത് കൊടുക്കുന്നതായിരിക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് ബീവിയുടെ അടുത്താണ് ആ ഒരു വോയിസ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഞാൻ കേട്ടതാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഇത്രയെല്ലാം കേട്ടിട്ടും അങ്ങനെയെങ്കിലും ചെയ്യാനായിട്ടൊരു മനസ്സ് വരുന്നുണ്ട്. ഇവരിത്രയും കിടന്ന് അഹങ്കരിക്കുമ്പം ആ അച്ഛൻ ഇപ്പോഴും പറഞ്ഞേക്കുന്നത് ഞാനത് തിരിച്ചെടുക്കുകയില്ല. മറ്റേ ഷബീന ബീബി ഒത്തിരി പറഞ്ഞെന്ന് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യ്, കാര്യം ഇത്രയും കിടന്ന് അഹങ്കാരം കാണിക്കുമ്പോൾ ഇത്രയും കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യ് എന്ന് പറയും. അച്ഛൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല, ഞാനത് കൊടുത്തു അത്രയേ ഉള്ളൂ. ഇനി അതെനിക്ക് കാര്യം ഇവർക്കല്ല കൊടുത്തേക്കുന്നത്, ആ 2 കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തേക്കുന്നത്. അതാണ് അച്ഛൻ കാണുന്നത്, ആ കുഞ്ഞുങ്ങൾക്കാണ് എന്നെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു. എന്നാണേലും
ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യണമെന്ന് ഓർത്തു. ഞാൻ രേണുസുധിയുടെ വീഡിയോസ് എടുത്ത് ഒന്നും റിയാക്ട് ചെയ്യാൻ വരുന്ന ഒരാളല്ല, എനിക്കതിന് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ പറയാനായിട്ട്.